മട്ടൻ ബിരിയാണി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മട്ടൻ ബിരിയാണി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനാദ്യം വേണ്ടത് നമുക്ക് 2 പാത്രമാണ് കേട്ടോ. ഒന്ന് 5 ലിറ്ററിൻ്റെ പാത്രവും പിന്നെ ഒരു 7 ലിറ്ററിൻ്റെ പാത്രമാണ് കേട്ടോ ഞാനിവിടെ വെച്ചിട്ടുള്ളത്. 1 kg മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഒന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇതാ 1 കിലോ മട്ടൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല 2-3 പ്രാവശ്യമൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മട്ടനാണിത്. ഞാനിതിപ്പോൾ കുറച്ച് ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ അല്പം കൂടി വലിയ പീസുകൾ നമുക്ക് കട്ട് ചെയ്ത് മേടിക്കാം. ഇനി നമുക്കിതിനിവിടെ മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതേപോലെ 1/2 കിലോ സവാളയും എടുക്കണം. പിന്നെ ഇതാ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇത് ജീര റൈസാണ് കേട്ടോ. നമുക്കിത് ബാസ്മതി റൈസിൽ വെച്ചിട്ടും ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ജീര റൈസിൽ ബിരിയാണി തയ്യാറാക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടുള്ളത്. ഈ അരിനെ നമുക്ക് 1-2 വട്ടം നല്ലപോലെ ഒന്ന് കഴുകിയ ശേഷം 10 മിനിറ്റ് നമുക്കിതിനെ കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. അതായത് അരി വേവിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് നമുക്കിതിനെ കഴുകി കുതിരാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ബിരിയാണിക്ക് ആവശ്യമുള്ള മസാല എടുത്ത് വയ്ക്കാം. 2 ബേ ലീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 10 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ വേറെ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ഹോളായിട്ടുള്ള കുറച്ച് സ്പൈസസ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു 3 സ്റ്റാർ അനീസ് എടുത്തിട്ടുണ്ട്, തക്കോലം. പിന്നെ ഒരു 15 ഗ്രാമ്പുമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 5 പീസ് പട്ടൻ്റെ കഷ്ണമാണ് കേട്ടോ. ഓരോ ഇഞ്ച് വലുപ്പത്തിലുള്ള 5 പീസ് പട്ട എടുക്കുക. ഇത് കൽപ്പാസി. ബിരിയാണിക്ക് ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ഷാജീരകം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മസാലകളാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. വലിയ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ഈ ബിരിയാണിയൊക്കെ വഴറ്റിയിട്ട് ദമ്മൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിനെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇതാ 100 ml അളവുള്ള ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഫുള്ളായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലകളില്ലേ, അതൊക്കെ നമുക്ക് ഈ എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ 1/2 കിലോ സവാള നീളത്തിൽ ഇതുപോലെ അങ്ങ് അരിഞ്ഞത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ മട്ടൻ ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമുക്കതിലേക്ക് 1/2 കിലോ സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അടി പിടിക്കാതെ കരിഞ്ഞു പോവാതെ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇനി നമുക്കിതാ ഒരു കൈപ്പിടി ഫുള്ളായിട്ടുള്ള അത്രയും പുതിനേൻ്റെ ഇലയാണ് കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചെറിയൊരു കെട്ടിൻ്റെ പകുതി നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സവാളയൊക്കെ ഏകദേശം വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു അടുപ്പിലേക്ക് അരി വേവിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കാം. അതിലേക്ക് നമ്മൾ 2.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജീര റൈസ് കഴുകിയ ശേഷം 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതാ ഇതിലേക്ക് 2.5 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കിലോ അരിക്ക് 2.5 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിൽ അരി ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. സ്ലിമ്മിലായിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് തിളച്ച് വരും കേട്ടോ. കണ്ടില്ലേ, ഇതാ നമ്മൾ അരിയെല്ലാം നന്നായിട്ട് ഇതിനെ കഴുകിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷം കുതിരാനുള്ള വെള്ളം ചേർത്തിട്ട് 10 മിനിറ്റ് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ വെള്ളം തിളച്ച് വരുന്ന നേരം കൊണ്ട് ഇത് 10 മിനിറ്റ് ഇവിടെ കുതിർന്ന് കിടക്കട്ടെ. ബാസ്മതി റൈസിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം കേട്ടോ. നമ്മൾ വഴറ്റാൻ വെച്ചിട്ടുള്ള സവാള ഏകദേശം ഈ ഒരു കളറിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതിന് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വഴറ്റിയെടുക്കാം. അടുത്തുനിന്നൊന്നും മാറിപ്പോവരുത്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കുക. അങ്ങനെ ഇതാ നമ്മളുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് ഇനിയും കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ബിരിയാണിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുളക് പൊടി ചേർക്കുന്നത്. ഈ എണ്ണയിൽ തന്നെ ചേർക്കുമ്പോൾ ബിരിയാണീൻ്റെ ലാസ്റ്റ് വരെയും എല്ലാ ചോറിലും നല്ല റെഡ് കളറായിട്ട് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ സ്റ്റൗവൊക്കെ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില പൊടിയായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില നമ്മൾ ഈ സമയത്ത് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അതൊക്കെ ഒന്ന് വഴറ്റി വരുന്ന സമയം കൊണ്ട് നമുക്കിതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്നിച്ച് പേസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ പച്ച സ്മെല്ല് ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4-5 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 10 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ നല്ല ഫ്രഷായിട്ടുള്ള പുതിനയില ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ വഴറ്റുന്നതാണ് ബിരിയാണീൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ക്ഷമയോടെ തന്നെ നമുക്കിതുപോലെ പതുക്കെ വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ വഴന്ന ശേഷം നമുക്കതിലേക്ക് 1/2 കിലോ തക്കാളി ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയും മസാലയും കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് തന്നെ അല്പം ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് ഈ തക്കാളിയും ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് തക്കാളി നന്നായിട്ടൊന്ന് സ്മാഷായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഇത് ഏകദേശം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 200 ml തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. തൈരിൻ്റെയും തക്കാളിയും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ തക്കാളിൻ്റെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്താണ് മട്ടൻ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയും മട്ടനും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. മട്ടനിലേക്ക് എരിവും പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ച് വരാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. 1 മിനിറ്റൊക്കെ നമുക്കിതിനെ ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങോട്ട് അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ തുറന്നിട്ടുണ്ട് കേട്ടോ. മട്ടനൊക്കെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മട്ടൻ വേവാനായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നത്. 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് വീണ്ടും അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അവിടെ നമ്മുടെ മട്ടൻ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 മണിക്കൂർ ഇതിവിടെ ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ കേട്ടോ. ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 മണിക്കൂർ കൂടി ഇരിക്കട്ടെ. അരി വേവിക്കാനുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അരി ചേർത്ത് ഉടനെ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്നിങ്ങനെ തണുത്ത് വരുമല്ലോ. അപ്പോൾ അത് ഒന്ന് തിളച്ച് വരണം കേട്ടോ. അത്രയും മാത്രം മതിയാവും. വേവിക്കുന്ന ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളച്ചാൽ മാത്രം മതി.
മട്ടൺ ഗ്രേവി ഇവിടെ അരമണിക്കൂർ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം ഇതാ മട്ടനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ അരി നമ്മൾ തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒന്ന് തിളച്ച് വരുന്ന അപ്പം തന്നെ നമുക്ക് ആ അരിനെയൊക്കെ കോരിയിട്ട് ഈ മട്ടൻ ഗ്രേവിയിലേക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ലെവലാക്കി കൊടുക്കാം കേട്ടോ. അരിയും വെള്ളവും നല്ല ലെവലായിട്ട് തന്നെ വന്നിട്ടുണ്ടാവണം. ഇപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, അത് കാരണം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളവും അരിയും കൂടിയിട്ട് നല്ല ലെവലായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ ഒരു പാകമാവുന്ന സമയത്ത് നമുക്കിതിനെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ദം ചെയ്തെടുക്കാം. ആദ്യം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ദം ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നമുക്കതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ബിരിയാണീൻ്റെ മേലെ ഇതുപോലെ വെയിറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് നമുക്കിതിനെ ദം ചെയ്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞത് നമുക്കതിനെ ഓഫാക്കി കൊടുക്കാം. അരി ഒന്ന് തിളച്ചപ്പോൾ തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ബാക്കി ദമ്മിൽ കിടന്ന് തന്നെ വേവണം കേട്ടോ. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് ദം ചെയ്ത ശേഷം നമ്മൾ സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ദമ്മ് തുറന്ന് നോക്കുന്നത്. കണ്ടില്ലേ, ആഹാ, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അരിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ വെന്തിട്ടുള്ളത്. മട്ടനും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അരി ഒന്നും പൊട്ടിപ്പോവാതെ തന്നെ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല ഉതിരിയായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള മട്ടനും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.